Hi everyone, it's me Rahul. Welcome to Star Talks. See, ഈ നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ടാർഗറ്റ് അതായത് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 25,500 എക്സാക്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി ഞാൻ തമ്പനെയിലും ഇട്ടിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബിഗ് മൂവ്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ വെറുതെ തമ്പനെയിലല്ല ഞാൻ ആക്ച്വലി എൻ്റെ വീഡിയോസ് തമ്പനെയിലായിട്ട് ഇടാറ്. സോ വാട്ട് ഇൻ ദ എക്സ്പെക്ട് മൂവ് എനിക്ക് അതായത് ആസ് എ പ്രൈസ് ആക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവ് അതായത് സാധാരണ ഞാൻ എൻ്റെ തമ്പനിയിൽ തന്നെ ഇടാറ്. സോ ഞാൻ തമ്പനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ബിഗ് മൂവ്. ആൻഡ് എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു 10 പേരെ കാണുന്നുള്ളെങ്കിലും അല്ലെങ്കിൽ ഒരു 5 പേരെ കാണുന്നുള്ളെങ്കിലും അവർ കണ്ടിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സോ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ലാസ്റ്റ് നമ്മുടെ വീഡിയോസിൽ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നതെന്ന്. സോ ജസ്റ്റ് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് വരാം. ജസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ അതായത് ഇന്നലെ ലാസ്റ്റ് ദിവസം നിഫ്റ്റി അതായത് വെനസ്ഡേ നിഫ്റ്റി ക്ലോസ് ആയ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേഴ്സ്ഡേ അതായത് എക്സ്പയറി ഡേയിൽ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും. നിഫ്റ്റി അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതായത് 25,300 മുകളിൽ നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പുൾ ബാക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എൻട്രി എവിടുന്നുണ്ടാവും. നമ്മുടെ ടാർഗറ്റ് 25,500 എക്സാക്ട് മൂവ്മെന്റ് ആയിരുന്നു. എന്നാണ് നമ്മൾ ഒരു ദിവസം മുന്നേ പറഞ്ഞത് സെയിം നിഫ്റ്റി അതിന്റെ മുകളിൽ വന്നു. അതായത് 25,300 മുകളിൽ ആ പ്രൈസിന്റെ മുകളിൽ നിഫ്റ്റി വന്നു. നിഫ്റ്റി ഗ്യാപ്പിൽ ഓപ്പൺ ആയി, നിഫ്റ്റി പുൾ ബാക്ക് ചെയ്തു, എന്നിട്ട് നിഫ്റ്റി റൈസ് 25,500 നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് മൂവ്മെന്റ് ആയിരുന്നു. ജസ്റ്റ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് അത് നമ്മുടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, 24,300 മുകളിൽ നിഫ്റ്റി നാളെ വരികയാണെങ്കിൽ അത് നമ്മുടെ മേജർ സപ്പോർട്ടായിട്ട് മാറുന്നതായിരിക്കും. സോ ഇതിന്റെ മുകളിൽ നിഫ്റ്റി നാളെ ഓപ്പൺ ആയിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് നമ്മുടെ സപ്പോർട്ടായിട്ട് ഈ പുൾ ബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഈ പുൾ ബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നാളെ ഇങ്ങനെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റി നാളെ ഈ ഒരു ഏരിയയിൽ നാളെ ഓപ്പൺ ആയിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എന്തായാലും ചെയ്യില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. തിരിച്ച് വന്നിട്ട് നമ്മുടെ സപ്പോർട്ടിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടുന്ന് ഒരു പുൾ ബാക്ക്, ഇവിടുന്ന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ആവുള്ളൂ. മുകളിലോട്ട് നമ്മുടെ ടാർഗറ്റ്സ് 25,500 600 ആ ടാർഗറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ സോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു 25,500. ഓക്കെ, സോ നമുക്ക് നാളത്തെ ചാർട്ട് അനാലിസിസിലോട്ട് പോകാം എളുപ്പം തന്നെ. ഓക്കെ, ബൈ, ലെറ്റ്സ് ഗോ. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, മേജർ സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, മേജർ റെസിസ്റ്റൻസ് ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. കണ്ടോ, ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് നിഫ്റ്റി. നമ്മൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇത് മാറ്റാം, അപ്പം ഗ്യാപ്പ് അപ്പ് ശരി കാണാൻ പറ്റും. സോ അതിൻ്റെ മുകളിൽ നിഫ്റ്റി വന്നു, നിഫ്റ്റി പുൾ ബാക്ക് ചെയ്തു. പുൾ ബാക്ക് നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല, നമ്മൾ പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യും. പുൾ ബാക്കിന് വെയിറ്റ് ചെയ്തു, നിഫ്റ്റി വന്ന പുൾ ബാക്ക് എടുത്തു നമ്മുടെ സപ്പോർട്ടിൽ സി ദ മൂവ്. വാ, അപ്പം ഇതാണ് ലാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഈ ലെവൽസൊക്കെ നമുക്ക് കളയാം. നമുക്ക് നാളത്തെ ഫ്രൈഡേ വീക്കെൻഡ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾ ലെവൽസ് റിമൂവ് ചെയ്യുകയാണ് ഞാൻ. സോ നമ്മുടെ ചാർട്ട് ഫുള്ളി ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ചാർട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കാണുന്നുണ്ട്. സോ നമുക്ക് 1 മന്തിലോട്ട് പോകാം. 1 മന്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ഡബിൾ ബുള്ളിഷിലായിട്ടുണ്ടാവും. നിഫ്റ്റി ഓൾ ടൈം ഹൈയിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. 1-2 ട്രേഡിംഗ് ഡേയ്സിൽ എനിക്കൊന്ന് ദിസ് മന്ത് തന്നെ നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ 1 വീക്കിലെയും ഫുള്ളി ബുള്ളിഷാണ്. ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നിഫ്റ്റി ഓൾറെഡി ലാസ്റ്റ് വീക്കിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് വീക്കിൻ്റെ ഇപ്പം അതായത് 300-400-500 പോയിൻറ്റ്സ് മുകളിലായി നിഫ്റ്റി ഓൾറെഡി ഇപ്പം. സോ നമുക്ക് വീക്കിലിയും മന്ത്ലിയും നിഫ്റ്റി ബുള്ളിഷാണ്. ആൻഡ് നമ്മുടെ റേഞ്ചും ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലെ നിഫ്റ്റി. നമ്മൾ എത്രയോ ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ ഈ റേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് തീർന്നു. ഓക്കെ, ഇനി നമ്മുടെ മേജർ റേഞ്ച് ഇതാണ് നമ്മുടെ മേജർ റേഞ്ച് ആയി. ഓക്കെ, ഇതാണ് ഇനി നമ്മുടെ മേജർ റേഞ്ചായിട്ട് ആക്ട് ചെയ്യുക 25,200. ഓക്കെ, നമ്മുടെ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25,200 ആണ് നമ്മുടെ മേജർ റേഞ്ച്. ഓക്കെ, ഇനി നമ്മുടെ മേജർ റെസിസ്റ്റൻസ് അപ്പം ഇവിടെ തന്നെ വരും. ഓക്കെ,
മേജർ റെസിസ്റ്റൻസ് ഡേ ഹൈ. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ 25,200 ആണ് നമ്മുടെ മേജർ റേഞ്ച് പറഞ്ഞ് മനസ്സിലായോ? കാരണം ഈ മൊമെൻറ്റം നിഫ്റ്റിക്ക് വന്നത് ഒരു ദിവസം മുന്നെയാണ്. നമ്മൾ ഒരു ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഗ്യാപ്പപ്പിൽ ഓപ്പൺ ആവും. അന്നും ഗ്യാപ്പപ്പിലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതായത് വെനസ്ഡേ നിഫ്റ്റി ഗ്യാപ്പപ്പിലായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അത് ട്യൂസ്ഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഗ്യാപ്പപ്പിലായിരിക്കും ഓപ്പൺ ആകുന്നത്. സോ നിഫ്റ്റി അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റം വന്നത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റേഞ്ചാണ് ഇനി നമ്മുടെ മേജർ സപ്പോർട്ട്. 25,200 ആണ്. ഓക്കെ, 25,200. ഈ 5-19 ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും നമ്മൾ ഇത് നോക്കുമ്പോൾ. സോ 25,200 ആണ് നമ്മുടെ മേജർ റേഞ്ച്. ഓക്കെ, നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, $25,200. സോ നമ്മുടെ മേജർ റേഞ്ച് അപ്പോൾ ഇതാണ്. ഈ നിഫ്റ്റിയുടെ ഇന്നത്തെ ഹൈ ആണ് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്, മേജർ സപ്പോർട്ട്, മേജർ റെസിസ്റ്റൻസ്. സോ നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. സോ നാളെയും നിഫ്റ്റി ഒരു ഒരു നല്ലൊരു പുൾ ബാക്ക് തന്നെ തരാൻ ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റി ഇത്രയും ഒരു ഹൈ റേഞ്ചിൽ വന്നതുകൊണ്ട് നിഫ്റ്റി ഒരു പുൾ ബാക്ക് എടുക്കാനും ചാൻസ് ഉണ്ട്. സോ പുൾ ബാക്ക് എടുക്കുമ്പോൾ നാളെ നമ്മൾ എന്തെങ്കിലും താഴോട്ട്, അതായത് നെഗറ്റീവ് സൈഡിലോട്ട് ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെല്ലാം നമ്മൾ മേജർ സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ സപ്പോർട്ട്, immediate support. Okay, major resistance. Okay, okay. So ഈ ഒരു ഏരിയ 25,400 ഒക്കെ നമ്മുടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ നമ്മുടെ മേജർ സപ്പോർട്ട് ഇത് തന്നെയാണ്. ഓക്കെ, 25,300, 320. ഓക്കെ, ഈ റേഞ്ച്, ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഓക്കെ, കാരണം നിഫ്റ്റി ഇന്നും ഇത് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പുൾ ബാക്ക് എടുത്തിട്ട് സപ്പോർട്ട് എടുത്ത് ഇവിടുന്നാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അത് ആക്ട് ചെയ്യും. മേജർ സപ്പോർട്ട് ഇത് നമ്മുടെ ഈ ഒരു ഏരിയ, കാരണം ഈ മൊമെൻറ്റം നില വന്നത് ഇവിടുന്നാണ്. സോ മേജർ സപ്പോർട്ട് ഇവിടെ ആയിരിക്കും. ഓക്കെ, ചെറിയ മേജർ സപ്പോർട്ട് ആയതുകൊണ്ട് ചെറിയ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ഇതുവരെ ഇനി ആസ് പെർ ദ പ്രൈസ് ആക്ഷൻ നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് വരെയൊന്നും നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ട് ന്യൂസ് ബേസ് നിഫ്റ്റി ഫാൾ ആവണം, അല്ലെങ്കിൽ നിഫ്റ്റി ഇനി മുകളിലോട്ട് തന്നെ പോകത്തുള്ളൂ. സോ നാളെ നമ്മുടെ പ്ലാൻ ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ നാളെ ട്രേഡ് എടുക്കത്തുള്ളൂ, അല്ലാതെ നമ്മൾ നാളെ എന്തെങ്കിലും ട്രേഡ് ചെയ്യത്തില്ല. സോ ഇതിന് മുകളിൽ നിഫ്റ്റി ഓപ്പൺ ആവുകയാണെങ്കിൽ, അതായത് 25,500 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ആവുകയാണെങ്കിൽ, നിഫ്റ്റി അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,600, 25,700 ടാർഗറ്റ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ താഴോട്ടാണെങ്കിൽ നിഫ്റ്റി നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലും മാത്രമേ നമ്മൾ നിഫ്റ്റി താഴോട്ട് ഒരു ട്രേഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നാളെ താഴോട്ട് ട്രേഡ് ചെയ്യത്തില്ല. സ്കാപ്പിലിംഗ് ചെയ്യുന്നവർക്ക് ഈ ഒരു സിംഗ് ലോ, ഇതാണ് നമ്മുടെ സിംഗ് ലോ, ഇത് സിംഗ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് താഴെ നോക്കാം. ബട്ട് ട്രെൻഡ് അപ്പാണ്, നമ്മൾ ട്രെൻഡിന് എഗൻസ്റ്റ് എന്തായാലും ട്രേഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ സിംഗ് ലോയ്ക്ക് വേണ്ടിയിട്ട് റിങ്സ് ലോ നോക്കി ചെറിയ 30-40 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യുന്നവർക്ക് ഈ ട്രേഡ് എടുക്കാം. അല്ലാത്തെങ്കിൽ ഒരു ഡയറക്ഷണൽ ട്രേഡർ ആണെങ്കിൽ വിൽ വെയിറ്റ് ദീസ് സോൺ 25,500 അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ഉണ്ടാവും. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ് മൈ ചാനൽ. താങ്ക് യു.